അങ്ങനെയിരിക്കെ ഒരു ദിവസം ഗർഭിണിയായ ഭാര്യയ്ക്ക് കൂർക്ക മെഴുക്കുപുരട്ടി ഇഷ്ടമായതിനാൽ അതുവഴി തലച്ചുമടായി വന്ന കച്ചവടക്കാരൻ്റെ കയ്യിൽ നിന്നും 250 ഗ്രാം വാങ്ങാമെന്ന് കരുതി. 1987 കാലഘട്ടത്തിൽ 250 ഗ്രാം കൂർക്കയ്ക്ക് 50 പൈസ മതിയായിരുന്നു. വീട് മുഴുവൻ പരതിയിട്ട് കിട്ടിയത് 40 പൈസ മാത്രം. ഒടുവിൽ 10 പൈസ കുറവുള്ളതിനാൽ കൂർക്ക തരാതെ കച്ചവടക്കാരൻ നടന്നുപോയി. ഇങ്ങനെയുള്ള ധാരാളം അനുഭവങ്ങളിലൂടെയാണ് മുൻപറഞ്ഞ ഗാനം പിറവിയെടുത്തത്. എടുത്തുകൊണ്ട് പോടാ നിന്റെ സാധനങ്ങൾ എന്നും പറഞ്ഞ് പ്രഗത്ഭനും വേദപണ്ഡിതനും വാഗ്മിയുമായിരുന്ന പാസ്റ്റർ TG ഉമ്മൻ ആ സ്റ്റേജിൽ നിന്ന് ഇറക്കിവിട്ടു. പാസ്റ്റർ TG ഉമ്മൻ്റെ കോപത്തിൻ്റെ ചൂടറിഞ്ഞ് വിളറി നിൽക്കുകയാണ് കൗമാരക്കാരനായ ആ പാട്ടുകാരൻ. ആ പാട്ടുകാരൻ ആരാണെന്നറിയുമോ? എടുത്തുകൊണ്ട് പോടാ നിന്റെ സാധനങ്ങൾ എന്നും പറഞ്ഞ് പ്രഗത്ഭനും വേദപണ്ഡിതനും വാഗ്മിയുമായിരുന്ന പാസ്റ്റർ TG ഉമ്മൻ ആ സ്റ്റേജിൽ നിന്ന് ഇറക്കിവിട്ടു. പാസ്റ്റർ TG ഉമ്മൻ്റെ കോപത്തിൻ്റെ ചൂടറിഞ്ഞ് വിളറി നിൽക്കുകയാണ് കൗമാരക്കാരനായ ആ പാട്ടുകാരൻ. ആ പാട്ടുകാരൻ ആരാണെന്നറിയുമോ? വെണ്ണിക്കുളം നാരകത്താനി സയൻസ് സിംഗേഴ്സിൻ്റെ അമരക്കാരൻ ജെയിംസ് പീടികമലയിൽ. ഈ സംഭവം നടക്കുന്നത് 1984 പത്തനംതിട്ടയ്ക്ക് സമീപമുള്ള പുത്തൻപീടികയിലെ ഒരു വിവാഹവേദിയിലാണ്. മ്യൂസിക് ട്രൂപ്പ് എന്തെന്നോ വിവാഹവേദികളിൽ ഗ്രൂപ്പിൻ്റെ പ്രാധാന്യം എന്തെന്നോ അറിയാത്ത അക്കാലത്ത് ജെയിംസ് പീടികമലയിൽ എന്ന ഗായകൻ നേരിട്ട ഈ ദുരനുഭവം പിന്നീട് ഈ രംഗത്ത് ഉണ്ടായിക്കാണാൻ സാധ്യതയില്ല. കാരണം വിവാഹവേദികളിലും ശവസംസ്കാര ശുശ്രൂഷകളിലും മ്യൂസിക് ട്രൂപ്പുകൾ ഇന്ന് അവിഭാജ്യ ഘടകമാണല്ലോ. ഈ ശുശ്രൂഷകൾക്കെല്ലാം ഒരു അടുക്കും ചിട്ടയും ഇതുമൂലമുണ്ടായി. ജെയിംസ് പീടികമലയിൽ ഒരു പാട്ടുകാരനാകാൻ ആഗ്രഹിച്ചയാളായിരുന്നു. പക്ഷേ സാമ്പത്തിക സ്ഥിതി മോശമായതിനാൽ സംഗീതം പഠിക്കാനോ സംഗീത ഉപകരണങ്ങൾ വാങ്ങാനോ കഴിഞ്ഞില്ല. 1980 സഹോദരൻ രാജൻ്റെ ഒപ്പം ഗിത്താർ പഠിച്ചു. പിന്നീട് സ്വന്തമായി ഹാർമോണിയം വാങ്ങി. ആ ഹാർമോണിയം സൈക്കിളിന് പുറകിൽ വെച്ച് കെട്ടിക്കൊണ്ട് സമീപപ്രദേശമായ വാളക്കുഴിയിൽ പരസ്യയോഗത്തിനായി കൊണ്ടുപോയി. ഇതാണ് സയോൺ സിംഗേഴ്സിൻ്റെ ആദ്യ പരിപാടി. ക്രിസ്തീയ സംഗീതം ഒരു ശുശ്രൂഷയായി കാണുന്ന ജെയിംസിൻ്റെ ആദ്യകാലത്തെ ട്രൂപ്പിലുണ്ടായിരുന്നവരെല്ലാവരും തന്നെ പാസ്റ്റർമാരായിരുന്നു. 1991 ജെയിംസ് ലിനിയെ വിവാഹം കഴിച്ചതോടെ സയൻസ് സിംഗേഴ്സിൽ സ്ഥിരമായി ഒരു ഫീമെയിൽ വോയിസ് വന്നു തുടങ്ങി. ലിനി അനുഗ്രഹീതയായ ഒരു ഗായികയാണ്. അക്കാലത്ത് പരിപാടികളിൽ ലിനി പാടിയിരുന്ന എന്നേശുവല്ലാതില്ലെനിക്കൊരാശ്രയം വേറെ എന്ന ഗാനം കേൾക്കുമ്പോൾ ദൈവാശ്രയത്വത്തിൻ്റെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തപ്പെടുന്നതായി തോന്നിയിട്ടുണ്ട്. അത്രയ്ക്ക് ഇമ്പകരമായിരുന്നു ആ ഗാനം. ഇവർക്ക് 2 കുട്ടികൾ, ജോയലും ഏഞ്ചലും. ഏഞ്ചൽ പാട്ടുകാരിയായിരുന്നു. ജെയിംസ് പീടികമലയിലും ലിനി ജെയിംസും സയോൺ സിംഗേഴ്സും ആത്മീയ ഗോളത്തിൽ ശക്തമായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇവരുടെ കാസറ്റുകൾ കേട്ടുപഠിച്ച ഒരു തലമുറയുമുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവരെ മറവിയുടെ കൂമ്പാരത്തിൽ ഏൽപ്പിക്കാൻ ക്രൈസ്തവ സമൂഹത്തിനാവില്ല. 1990കളിൽ പ്രശസ്തമായിരുന്ന ഒരു മ്യൂസിക് ട്രൂപ്പായിരുന്നു രാജു മാവേലിക്കരയുടെ സ്പിരിച്വൽ വോയിസ്. ആത്മനിറവിലേക്ക് നയിക്കുവാൻ ശ്രമിക്കുന്ന ഒരു സംഗീത ട്രൂപ്പായിരുന്നു സ്പിരിച്വൽ വോയിസ്. രാജു മാവേലിക്കരയും അദ്ദേഹത്തിൻ്റെ പത്നി ഏലിയാമ്മയുമായിരുന്നു ഈ ഗാനസംഘത്തെ നയിച്ചിരുന്നത്. സ്പിരിച്വൽ വോയിസിൻ്റെ ആരംഭത്തിന് കാരണം രാജു മാവേലിക്കരയുടെ മാനസാന്തരമാണ്. ഒരു സിലോൺ ബെന്തക്കോസ്ത് മിഷൻ കുടുംബത്തിൽ പിറന്ന രാജു തൻ്റെ 9ാം വയസ്സിൽ മാതാവ് ഈ ലോകത്തോട് വിട പറഞ്ഞു. അമ്മയുടെ ആഗ്രഹമായിരുന്നു മക്കളെ സംഗീതം പഠിപ്പിക്കണമെന്നത്. മുതിർന്നപ്പോൾ തിരുവനന്തപുരം സ്വാതിരുന്നാൾ സംഗീത കോളേജിൽ 4 വർഷം സംഗീതം പഠിച്ചു. അതേ കോളേജിൽ സംഗീതം പഠിച്ചുകൊണ്ടിരുന്ന ഏലിയാമ്മയെ കണ്ടുമുട്ടുന്നത് അങ്ങനെയാണ്. ആ പരിചയപ്പെടൽ വിവാഹത്തിലേക്ക് നയിച്ചു. കാലം കഴിഞ്ഞപ്പോൾ രാജു മദ്യപാനിയായി മാറി. നാടകങ്ങൾക്കും ഇതര പ്രോഗ്രാമുകൾക്കും പോകുന്നതുകൊണ്ട് പണമുണ്ടായിരുന്നു. പക്ഷേ മദ്യപാനം അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ദരിദ്രമാക്കി. നിത്യവൃത്തിക്ക് വകയില്ലാതെ വന്നപ്പോൾ പ്രൊഫഷണൽ നാടകവേദികളെ ആശ്രയിക്കാൻ തുടങ്ങി. അങ്ങനെ തരംഗം തിയേറ്റേഴ്സുമായി ബന്ധപ്പെട്ടു ചങ്ങനാശ്ശേരിയിലേക്ക് വന്നു. ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ചിങ്ങവനത്തെ ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന അനിയനെ കാണാനായി ചെന്നപ്പോഴാണ് VA തമ്പിയെ കണ്ടുമുട്ടുന്നത്. രാജുവിനോട് സുവിശേഷം പറഞ്ഞു. അങ്ങനെ 1982 രക്ഷിക്കപ്പെട്ടു.
അതോടെ നാടക പരിപാടി വേണ്ടെന്ന് വെച്ച് പിന്നെ ഏറെ കഷ്ടപ്പാടുകളുടെയും പ്രയാസങ്ങളുടെയും കാലഘട്ടത്തിൽ കൂടെ കഴിയേണ്ടി വന്നു. പിന്നീട് പാസ്റ്റർ വി. എ. തമ്പിയുടെ സഹായത്തോടെ ക്രൈസ്റ്റ് ഫോർ ഇന്ത്യ സിംഗേഴ്സ് എന്ന മ്യൂസിക് ട്രൂപ്പിൽ അംഗമായി. അത് 7 വർഷത്തോളം പ്രവർത്തിച്ചു. നൂറുകണക്കിന് പ്രോഗ്രാമുകൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തി. എല്ലായിടത്തും നല്ല സ്വീകരണമായിരുന്നു ലഭിച്ചത്. ഒരു കാലത്ത് ഒരു തരംഗമായി മാറിയ രാജു മാവേലിക്കരയും അദ്ദേഹത്തിന്റെ സ്പിരിച്വൽ വോയിസും ഇന്ന് അത്ര പരിചിതമല്ല. നൂറുകണക്കിന് പെന്തക്കോസ്ത് വേദികളിൽ ആയിരക്കണക്കിന് വിശ്വാസികളെ ആത്മസന്തോഷത്തിൽ ആറാടിച്ച സ്പിരിച്വൽ വോയിസ് എന്ന മ്യൂസിക് ട്രൂപ്പ് എന്നും ജനഹൃദയങ്ങൾ ഓർമ്മയായി ഉണ്ടായിരിക്കും. ആശകൾ തൻ ചിറകുകളിൽ അനശ്വര തീരത്ത് ഞാൻ ചെന്നു എന്ന പ്രശസ്ത ഗാനം രചിച്ച പാസ്റ്റർ ക്രിസ്തുദാസ് ചെമ്പൂർ രാജു മാവേലിക്കരുടെ ട്രൂപ്പിനോടൊപ്പമുള്ള അനുഭവത്തിലൂടെയാണ് ഈ ഗാനം രചിച്ചത്. 1982 തിരുവല്ലയ്ക്കടുത്ത് പെരുന്തുരുത്തിയിൽ നടന്ന കൺവെൻഷനിൽ രാജു മാവേലിക്കര നയിക്കുന്ന സ്പിരിച്വൽ വോയിസ് ട്രൂപ്പിനൊപ്പം പാടി ആനന്ദിച്ച ക്രിസ്തുദാസ് യോഗാനന്തരം താമസ സ്ഥലമായ ചങ്ങനാശ്ശേരിയിലേക്ക് പോകാൻ വെയിറ്റിംഗ് ഷെഡിൽ ബസ് കാത്തു നിൽക്കവേ തൻ്റെ ഹൃദയത്തിൽ കൂടി കടന്നുപോയ സ്വർഗീയ ആരാധനയുടെ അനുഭവത്തിൽ നിന്ന് രചിക്കപ്പെട്ടതാണ് ഈ ഗാനം. ഈ ഗാനം അക്കാലത്ത് ധാരാളം വേദികളിൽ ആലപിച്ചിരുന്നു. അതോടൊപ്പം മറ്റൊരു ഗാനവും പ്രശസ്തമായി. ഹാ എത്ര ഭാഗ്യമൻ സ്വർഗവാസം എന്ന ഗാനം. ഈ ഗാനം രചിച്ചതും പാസ്റ്റർ ക്രിസ്തുദാസാണ്. ഉദരസംബന്ധമായ രോഗം പിടിപെട്ട ദിവസങ്ങളോളം ആഹാരം കഴിക്കാൻ കഴിയാതെ അവശനായിത്തീർന്ന ക്രിസ്തുദാസ് മരണം അടുത്തു എന്ന് തോന്നിയ നിമിഷം താൻ കിടന്ന മുറിയിലെ അരണ്ട വെളിച്ചത്തിൽ ഭിത്തിയോട് ചാരിയിരുന്ന് രചിച്ച ഗാനമാണിത്. ഈ ഗാനവും ധാരാളം വേദികളിൽ പാടിയിരുന്നു. ദാരിദ്ര്യത്തിൻ്റെ കൊടുമുടിയിൽ നിന്നിരുന്ന ക്രിസ്തുദാസ് ചെമ്പൂർ ഓരോ ഗാനം എഴുതിയതിന് പിന്നിലും വലിയ ഓരോ അനുഭവങ്ങളുണ്ട്. കരളലിയിപ്പിക്കുന്ന അനുഭവമുള്ള ഒരു ഗാനമാണ് ഇത്. അനുദിനവും നടത്തുന്നു അത്ഭുതമായി. ഞെരുക്കങ്ങൾ നിരവധിയുണ്ടെങ്കിലും വിധവയെ കരുതിയ അരുമനാഥൻ എനിക്കായി ഒരുക്കിടും പുതുവഴികൾ. തൻ്റെ ഇടുക്കി രാജാക്കാട്ടുള്ള സഭയിൽ അംഗങ്ങൾ കുറവായതിനാൽ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പെടാപ്പാടുപെടുകയാണ് പാസ്റ്റർ ക്രിസ്തുദാസ്. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഗർഭിണിയായ ഭാര്യയ്ക്ക് കൂർക്ക മെഴുക്കുപുരട്ടി ഇഷ്ടമായതിനാൽ അതുവഴി തലച്ചുമടായി വന്ന കച്ചവടക്കാരൻ്റെ കയ്യിൽ നിന്നും 250 ഗ്രാം വാങ്ങാമെന്ന് കരുതി. 1987 കാലഘട്ടത്തിൽ 250 ഗ്രാം കൂർക്കയ്ക്ക് 50 പൈസ മതിയായിരുന്നു. വീട് മുഴുവൻ പരതിയിട്ട് കിട്ടിയത് 40 പൈസ മാത്രം. ഒടുവിൽ 10 പൈസ കുറവുള്ളതിനാൽ കൂർക്ക തരാതെ കച്ചവടക്കാരൻ നടന്നുപോയി. ഇങ്ങനെയുള്ള ധാരാളം അനുഭവങ്ങളിലൂടെയാണ് മുൻപറഞ്ഞ ഗാനം പിറവിയെടുത്തത്. പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൻ്റെ ചരിത്ര സംബന്ധമായ കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. സഹകരിക്കുന്ന എല്ലാവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു.